ഗൈസ്, നമുക്കിന്ന് സ്പെഷ്യൽ ബീഫ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് വീന്താലി ഇങ്ങോട്ട് ഉണ്ടാക്കി കളയാം. ഞാനപ്പം നേരെ കിച്ചണിലോട്ട് വന്ന് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങോട്ട് സെറ്റാക്കി അങ്ങോട്ട് എടുത്ത് ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ മുരിങ്ങയുടെ തോല് സ്പെഷ്യലായിട്ട് ഇടണമെന്ന് സ്റ്റോൺ ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാം സെറ്റാക്കി എടുത്തതിൻ്റെ കൂട്ടത്തിൽ മുരിങ്ങയുടെ തോലും ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് കടുകും കൂടി ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് എല്ലാം ക്രഷാക്കി ഇങ്ങോട്ട് എടുത്ത്. ഈ ക്രഷാക്കണത് എന്തിനാണെന്ന് വെച്ചാൽ ഈ സവാളയൊക്കെ നമ്മളിങ്ങനെ ക്രഷാക്കിയെടുത്ത് കുറച്ച് ഗ്രേവി കൂടുതലുണ്ടാവും. അപ്പം ഞാനതൊക്കെ അങ്ങോട്ട് സെറ്റാക്കിയെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ നമ്മുടെ സവാള അങ്ങോട്ട് വഴറ്റിയെടുത്തിട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം ഇട്ട് അങ്ങോട്ട് നമ്മുടെ വേവിച്ച് വെച്ച ബീഫും കൂടി അങ്ങോട്ട് ഇട്ട് സെറ്റാക്കി കുറുകി ഇങ്ങോട്ട് എടുത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചൊറുക്കയും കൂടി അങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ എടുത്ത്. പുറത്ത് നല്ല മഴയും എന്നാൽ നല്ല ചൂട് ചായയുടെ കൂടെ നല്ല പൊരിച്ച ബ്രെഡും ഉണ്ട്. എന്നാൽ ഈ ബ്രെഡ് റോസ്റ്റിൻ്റെ കൂടെ അങ്ങോട്ട് ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ.